ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ടിപ്പ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യാനായിട്ട് വെറും 24 മണിക്കൂർ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ ജീവിതം എപ്പോഴും ഇങ്ങനെ പോയാൽ പോരാ, എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തണം, കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം എന്ന് ചിന്തിക്കാത്ത ഒരാൾ പോലും ഉണ്ടായിരിക്കില്ല അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് ഒരു ന്യൂ ഇയർ ഒക്കെ വരട്ടെ, എന്നിട്ട് നല്ലൊരു വർഷമായിട്ട് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും, മാറ്റങ്ങളൊക്കെ വരുത്തും. പക്ഷേ നമുക്കത് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. പതിയെ പതിയെ നമ്മളതിങ്ങനെ നിർത്തി വെക്കൂലേ? അങ്ങനെ നിർത്തി വെക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചാൽ നമ്മൾ തീർച്ചയായും രക്ഷപ്പെടും. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമുള്ളതാണെങ്കിൽ നമുക്കൊരിക്കലും അത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മോശമായതാവുമ്പോഴാണ് കേട്ടോ നമ്മളത് പാതി വഴിയെ നിർത്തേണ്ടതായിട്ട് വരുന്നത്. നമ്മുടെ സമയം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ച് കിട്ടില്ല കേട്ടോ. പോകുന്ന സമയങ്ങൾ നമുക്ക് എന്തായാലും തിരിച്ച് പിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഓരോരോ സമയങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആ സമയങ്ങളിൽ തന്നെ ചെയ്തു തീർക്കണം. ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് 2 ദിവസം കിട്ടിയാലും 10 ദിവസം കിട്ടിയാലും എല്ലാം ഒരുപോലെ ആയിരിക്കുമല്ലേ? 10 ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ 2 ദിവസം കൊണ്ടും ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അതാണ് സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റായിട്ടൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. സമയം കൂടുതലാണെങ്കിൽ വേഗത കുറയും, സമയം കുറവാണെങ്കിൽ വേഗത കൂടും. നിശ്ചിത സമയം നിശ്ചയിക്കുമ്പോഴാണല്ലേ നമുക്ക് ഏത് കാര്യം ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നത്തേക്ക് മാറ്റി വയ്ക്കുമ്പോഴാണ് ഒന്നും നടക്കാതെ പോകുന്നതും. ചിലർക്ക് വർഷങ്ങളായി എത്തിപ്പെടാൻ സാധിക്കാത്തടത്ത് മറ്റു ചിലർക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യം നീട്ടിക്കൊണ്ടു പോകാതെ അപ്പം തന്നെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വിജയം എന്തായാലും ഉറപ്പായിരിക്കും. ഈ ഒരു ടൈമിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിനുള്ളിൽ എനിക്ക് ഇന്നത് ചെയ്ത് തീർക്കണം എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്തിപ്പെടാനായിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കും. നമ്മൾ പുതിയതായി എന്തെങ്കിലും തുടങ്ങി വെക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ആദ്യം ഒരു പ്ലാൻ തയ്യാറാക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് വലിയ വലുതിലേക്ക് എത്തിച്ചേരുക. വിജയത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ നിന്നും തുടങ്ങുന്നതാണ്. ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താ? നേരത്തെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കും. ഈ നേരത്തെ എഴുന്നേൽക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് അന്നത്തെ ഒരു ദിവസത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായും കൃത്യമായും കറക്റ്റ് സമയത്തും ചെയ്തു തീർക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണിത്. ചിട്ടയോടെയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ആദ്യം നമ്മുടെ ശരീരത്തെ ആരോഗ്യപൂർണ്ണമാക്കിയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ശുദ്ധമായ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ 20 മിനിറ്റ് വ്യായാമം ദിവസവും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലൈഫ് ഒന്ന് റീസെറ്റ് ആക്കാനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ പഴയ ചിന്തകളെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരണം. മാറാൻ വേണ്ടത് സമയമല്ല, തീരുമാനമാണ്. ചിന്ത മാറുമ്പോൾ നമ്മുടെ ജീവിതവും മാറുന്നു. നമുക്ക് സാധിക്കില്ല പലതും എന്ന് പറയുന്നത് വെറുതെയാണ്. നമുക്കെല്ലാം സാധിക്കും. പഴയ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്ന മാറ്റങ്ങൾ സംഭവിക്കില്ല. നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കില്ലേ? പ്രയാസമാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കാനും ശ്രമിക്കില്ലേ? പക്ഷേ ആ പ്രയാസം തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ആസ്വദിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈസി ആയിട്ട് മാറും. ഒരു ശീലം തുടർന്ന് കൊണ്ടുപോകുമ്പോൾ അത് പിന്നീട് നമുക്ക് നിർത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണല്ലേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നത്. അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദോഷം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണെങ്കിൽ നല്ല ശീലങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അത് തുറന്നു കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും. അത് പിന്നീട് നമുക്ക് നിർത്താനായിട്ട് സാധിക്കില്ല. കൂടുതൽ ഭാരങ്ങൾ നമ്മൾ നമ്മുടെ തലയിൽ എടുത്ത് വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് പിന്നീട് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളാക്കി മാറ്റും. നമുക്ക് എന്നും തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തി ഉണ്ടായിരിക്കും. പലരുടെയും സ്വഭാവം പ്രവൃത്തികളെല്ലാം വ്യത്യസ്തമായിരിക്കും അല്ലേ? ആദ്യം നമ്മൾ നമ്മളുടെ ബലഹീനത എന്താണെന്ന് അറിയാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അത് മെല്ലെ മെല്ലെ മാറ്റാനായിട്ട് ശ്രമിക്കുക. ഒറ്റയടിക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മുടെ വേണ്ടാത്ത സ്വഭാവങ്ങളെ, വേണ്ടാത്ത ക്വാളിറ്റികളെ നമ്മൾ മെല്ലെ മെല്ലെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ആത്മവിശ്വാസക്കുറവാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ആളുകളായിട്ട് നമ്മൾ കൂടുതൽ ഇടപഴകാനായിട്ട് ശ്രമിക്കണം. മടിയാണ് നമ്മുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ആക്റ്റീവായിട്ടിരിക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ഒന്നും കൂടി മെച്ചപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. ഏറ്റവും വലുത് നമുക്ക് സാമ്പത്തിക ഭദ്രത നേടുക എന്നുള്ളതാണല്ലേ. വലിയ സ്കില്ലുകൾ ഉള്ളവർക്ക് മാത്രമാണ് സാമ്പത്തിക ഭദ്രത നേടാൻ സാധിക്കൂ എന്നുള്ളത് നമ്മുടെ തെറ്റായ ഒരു ധാരണയാണ്. നമ്മളിലുള്ള കഴിവുകൾ കൊണ്ട് വരുമാനം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മറ്റുള്ളവരിലെ നല്ല ശീലങ്ങൾ പകർത്തിയെടുക്കുന്നതും നല്ലതാണ്. എല്ലാ മനുഷ്യരിലും ഉണ്ടായിരിക്കേണ്ട പ്രധാനമായ ഒരു കാര്യമാണ് അച്ചടക്കവും സ്ഥിരതയും. ചിന്തകളെ നമ്മൾ ശീലാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. 24 മണിക്കൂറിൽ ഞാൻ ഈ കാര്യങ്ങൾ കറക്റ്റായി ചെയ്യും, അതല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ, ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുമെന്ന ഉറച്ചൊരു വിശ്വാസവും ഉറച്ചൊരു തീരുമാനത്തോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച പോലെ കറക്റ്റായിട്ട് നടക്കും. നമ്മളത് തുടർന്ന് കൊണ്ടുപോകാനായിട്ടും ശ്രമിക്കുക. കുറച്ച് കുറച്ച് തുടങ്ങി വലുതായി മുന്നോട്ട് പോകുക. വലിയ വലിയ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നവർ, സ്ഥിരതയോടെ നിലനിൽക്കുന്നവർ തീർച്ചയായും ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ടാകും. പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവർ എവിടെയും എത്തുന്നില്ല.
തെറ്റുകൾ കണ്ടുപിടിച്ച് തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. എവിടെയും നിർത്താതെ മുന്നോട്ട് പോവുക. എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുന്നവർക്ക് ഒരിക്കലും ജീവിതം ഒരു ബോറടിയായിട്ട് തോന്നില്ല. തീരുമാനങ്ങൾ എടുക്കുന്നതിനോടൊപ്പം ചെറിയ ചെറിയ ചുവടുകൾ വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. സ്ഥിരതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും അതിലേക്ക് ചെറിയൊരു ചുവട് വെക്കാനും സ്ഥിരതയോടെ മുന്നോട്ട് പോകാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഏത് കാര്യവും നമുക്ക് അനായാസം ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കുഞ്ഞു ടിപ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.